ഇത് എത്ര നേരമായത്? റിസൾട്ട് ഇപ്പൊ തരാ, ഉടനെ തരാന്നൊക്കെ പറഞ്ഞിട്ട്. ബാലുവേട്ടനൊന്ന് അടങ്ങ്, ധൃതി വെക്കാതെ. അതൊന്നുമല്ല, ഈ ടെൻഷൻ സഹിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞ അത്ര കട്ടിയാ. എൽസമ്മ കുര്യാക്കോസ്. ചേച്ചി റിസൾട്ട്. ഇത് ഭർത്താവായിരിക്കും അല്ലേ കുര്യാക്കോസ് ഏട്ടൻ? കുര്യാക്കോസ് നിന്റെ മറ്റേ ഒരു മനുഷ്യനെ ക്ഷമ എടുത്തത്. അംബിക ബാലന്റെ റിസൾട്ട് എടുക്കണോ? സോറി, മാറിപ്പോയി. അംബിക ചേച്ചിയാണല്ലേ? കോളടിച്ചല്ലോ. ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞ. ഒന്നും കൂടെ നോക്കിക്കേ. ഇനി നോക്കാൻ ഒന്നുമില്ല ചേട്ടാ, പെൺകുഞ്ഞ് തന്നെ. സന്തോഷായില്ലേ? ബാലുട്ടാ, ബാലുട്ടാ, ബാലുട്ടാ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എല്ലാ പ്രശ്നങ്ങളും അടങ്ങി അമ്മ അവളൊന്ന് സ്നേഹിച്ചു തുടങ്ങിയതാ. ഇനി ഈ വിവരം അറിയുമ്പോ ആ നിമിഷം അമ്മ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. എന്താ അംബിക ഇത്? ഇതിലെന്താ ഇത്ര വിഷമിക്കാൻ? ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും ആൺകുട്ടിയാണെന്ന് വിശ്വസിച്ചിരിക്കല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പെൺകുട്ടിയാൻ തൽക്കാലം പറയണ്ട. പറയാതെ എങ്ങനെയാ? എന്റെ 2 ചേട്ടന്മാരും ഈ റിസൾട്ടും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ടാവും. നോക്കി, ഇത് നോക്കിയിട്ട് കുട്ടി ആണാണോ പെണ്ണാണോന്ന് നിന്റെ ചേട്ടന്മാർക്കല്ല നിന്റെ അച്ഛന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എടാ, ഇത് ഡോക്ടർമാർക്ക് മാത്രമേ മനസ്സിലാവൂ. നീ അങ്ങോട്ട് ചെന്ന് ആൺകുട്ടി തന്നെയാണെന്ന് കാച്ചടാ. നീ എന്താ ഈ പറയുന്നത്? നിന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ആവശ്യം മനസ്സമാധാനവും സന്തോഷമാണ്. ഈ സമയത്ത് അവളുടെ മനസ്സ് മുറിപ്പെടുത്തി ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കരുത്. നിന്റെ അമ്മ അവളെ സ്നേഹിക്കട്ടെ. സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് അവർ പഠിക്കട്ടെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. പ്രസവം വരെ എല്ലാം സന്തോഷമായിട്ട് പോട്ടെ. പക്ഷേ പ്രസവം കഴിയുമ്പോ അത് കഴിയുമ്പോ എല്ലാം തീർന്നില്ലേ? ദേ, നിന്റെ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹം നിന്നോടാ. ആ സ്നേഹം എന്തായാലും നിന്റെ കുഞ്ഞിനോടും കാണിക്കാതിരിക്കില്ല. ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. നീ ധൈര്യമായിട്ട് ഇരിക്കടാ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാവുന്നേ ഉള്ളൂ. അമ്മേ ടെൻഷൻ വേണ്ട, സ്കാനിങ്ങിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരിക്കലും തെറ്റില്ല. വല്യേട്ടാ, കൊച്ചേട്ടാ, അമ്മേ, വല്യേട്ടാ, കൊച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. അമ്മേ, ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞ് തന്നെയാ. ഇതെന്തിനാ എല്ലാം കൂടെ കെട്ടിപ്പറിക്കൊണ്ട് പോകുന്നേ? അതൊക്കെ ആവശ്യം വരും. അച്ഛൻ ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവില്ല. ഞാനും കൂടി വരാടാ. ഇവളെ തനിച്ച് നിന്റെ കൂടെ അയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അമ്മ കൂടെ വന്ന ഈ മനസ്സൊക്കെ മാറും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, മിലിറ്ററി ആശുപത്രിയിലാവുമ്പോ ഒരാളെ കൂടെ നിൽക്കാൻ പോലും അവര് സമ്മതിക്കില്ല. ഇവളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു നേരം ചെന്ന് വിവരം അന്വേഷിക്കാൻ അവരെ അനുവദിക്കൂ. അച്ഛനറിയാവുന്നല്ലേ മിലിറ്ററി ഹോസ്പിറ്റൽ റൂൾസ് ഒക്കെ. നീ പറയുന്നൊക്കെ ശരിയാ. മിലിറ്ററി ഹോസ്പിറ്റലിൽ തന്നെ ഇവളെ കൊണ്ടുപോകണമെന്ന് എന്തിനാണ് ഈ വാശി പിടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകത്തു. ഈ അവസ്ഥയിൽ പിന്നെ ഏത് ആശുപത്രി കൊണ്ടുപോകണമെന്ന് അച്ഛൻ പറ. ഏതവസ്ഥയില്? പിന്നെ കുട്ടിയുടെ പൊസിഷൻ ശരിയല്ല എന്ന് ഡോക്ടർ അന്നേ പറഞ്ഞല്ലേ സ്കാൻ ചെയ്തപ്പോ. ഇനിയിപ്പോ മിലിറ്ററി ഹോസ്പിറ്റലാണ് നല്ലതെന്ന് പറഞ്ഞതും ആ ഡോക്ടർ തന്നെയാ. ഇറങ്ങുക അച്ഛാ, വേഗം ഇറങ്ങുക. രാഘവാലാകാറായി. ഓ അമ്മേ, പോട്ടെ. പോയിട്ട് വരാന്ന് പറ മോനെ. ഓ ചേട്ടത്തി, വലിയേട്ടാ, കൊച്ചേട്ടാ, അപ്പൂപ്പ, അച്ഛാ, കുട്ടി. മോനെ, അപ്പൊ ഉള്ള വിവരങ്ങൾ ഫോൺ ചെയ്ത് പറയണേ. ഫോണ് എന്റെ ഭഗവാനെ. നിങ്ങൾ എന്തിനാ ഇവിടെ ചാരി നിർത്തിയിരിക്കുന്നത്? വരുന്നില്ലേ? ഓ, ഇനി വന്നിട്ട് എന്തിനാ, നീ പൊക്കോ. എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്ത് പറ്റാനടാ, എല്ലാം പോയില്ലേ. എന്നാൽ ഇത്രയും കാലം ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും എനിക്കൊരു ആൺകുഞ്ഞുണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്ത് പറഞ്ഞാടാ തെണ്ടി? അയ്യോ, ഞാനൊരു കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുഞ്ഞ് ജനിക്കുമോ നോക്കട്ടെ എന്നാ ചോദിച്ചത്. പണ്ടേ ദുർബലൻ, ഇനി കൂട്ടത്തിൽ ഗർഭണനും കൂടി ആകാത്ത കുറവേ ഉള്ളൂ. നടക്കുന്നവൻ. അയ്യ, പപ്പാ, നീ എപ്പത്തി? ഇപ്പൊ എത്തിയുള്ളൂ. ഹേമയ്ക്ക് എങ്ങനെയുണ്ട്? അകത്തേക്ക് കൊണ്ടുപോയി. പെയിൻ തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ട്രിപ്പ് കൊടുക്കേണ്ടിരുന്നു പറഞ്ഞു. റൂമിൽ അമ്മയ്ക്ക് തനിച്ചല്ലേ? അതെ, കൂടെ ആരും കൊണ്ടുവന്നിട്ടില്ല.
എല്ലാവരെയും ഒഴിവാക്കാൻ വേണ്ടി മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊരു കള്ളവും പറഞ്ഞു. ഒരു കണക്കിന് നന്നായി. ഇവിടെ വെച്ചൊരു ബഹളം ഒഴിവാക്കാലോ. പ്രസവശേഷം അമ്പികളുടെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. പിന്നെ 1-2 മാസം സമയമുണ്ടല്ലോ. അതിനുള്ള നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. 106 വിളിക്കുന്നു. ചെല്ല്. അമ്പിയെ, ബാലുട്ടാ, ഇനി ബാലുട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിക്കോ ബാലുട്ടാ? ഈ സമയത്ത് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. അമ്മ എന്നെ വെറുക്കും. അത് ഓർക്കുമ്പോ കരയരുത്. ഈശ്വരൻ നമ്മളെ രക്ഷിക്കും. മക്കളെന്താ ഇവിടെ? അമ്മയുടെ കൂടെ വന്നതാ. അണ്ണം പോയി കുറച്ച് കഴിഞ്ഞപ്പോ കൊച്ചമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നു. ഇവിടെ ഐസിയിൽ കിടന്നിരിക്കുക. അമ്മേ, എന്താടാ ഇവിടെ? അമ്പിയക്ക് കാറിൽ വെച്ച് പെട്ടെന്ന് പെയിൻ വന്നു. ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏതായാലും നീ കൂടെ ഇവിടെ ഉണ്ടായത് നന്നായി. അമ്മയുടെ അവസാന സമയത്ത് നിനക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. നമ്മുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ ഗതി വന്നല്ലോടാ. അതും സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. നീ സമാധാനപ്പെടടാ. എല്ലാം നിയമപ്രകാരം തന്നെ നമുക്ക് നടത്താം. അമ്മയുടെ എല്ലാ മക്കൾക്കും സ്വത്തുക്കൾ ഒരുപോലെ അവകാശപ്പെട്ടതല്ലേ? അതെ, ആദ്യം ജനിക്കുന്ന ആൺകുട്ടിക്ക് സ്വത്തുക്കൾ കൊടുക്കണമെന്ന് അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതെ, ചെറ്റത്തരം പറയുന്നോടാ ചെറ്റകളെ. ഇവിടെ ഒരുത്തികളെ അന്ത്യശ്വാസം വലിക്കുക. അപ്പോഴാണോ നിന്ന് ഭാഗപ്പിക്കുന്നത്? അമ്മയ്ക്ക് അതിനുണ്ടാ ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പത്മരാജൻ, ഞാനാ. ഹേമ പ്രസവിച്ചു. ആൺകുട്ടിയാ. ഭാഗ്യവാൻ. അല്പം സീരിയസാ. അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളൂ. സൂക്ഷിച്ചു. ഞാനൊന്ന് എടുത്തോട്ടെ. കുഞ്ഞിന് നിന്റെ അതേ ചായ. എന്തിട്ടാ? അംബിക പ്രസവിച്ചോ? എവിടെ എവിടെ ഗീതാ? അച്ഛാ, മാളവികേ, അച്ഛാ, അവള് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മോനെ ഒന്ന് കാണിക്കട്ടടാ. മാളവികേ, ദേ നോക്കടി, നമ്മുടെ പൊന്നു മോനെ ഒന്ന് നോക്കടി. മാളവികേ, കണ്ണു തുറക്കടി. ബാലുവിന്റെ മോനെ. ഉണ്ണികൃഷ്ണ, എന്റെ ഉണ്ണികൃഷ്ണ.
എവിടെ ബാലേന്ദ്രൻ ഉണ്ണിത്താൻ? ഞാനാ. അമ്പിക പ്രസവിച്ചു, പെൺകുട്ടിയാ. അയ്യോ! ഇവര് ജനിക്കുന്നതിന് മുമ്പേ എന്തോ തീരുമാനിച്ചു വെച്ച പോലെ. എന്റെ ഈശ്വര, മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ലേ. സ്വസ്ഥത വേണമെങ്കിൽ വീട്ടിൽ പോണം. ഇത് ഡിസ്ചാർജ് ചെയ്തിട്ട് ആശുപത്രി തന്നെ കഴിയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ. ഇതിപ്പോ നീയും പോലും എന്നെ വിടില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ആ, നീ ഇപ്പൊ ചെയ്യേണ്ടതേ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യ. പോയി ആ പോറ്റി ഹോട്ടലിൽ നിന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്ക് 8 ഇഡ്ഡലി 2 കാപ്പിയും മേടിച്ചോ. വേണേ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചോ. പോയി മേടിച്ചോടാ. പാവം. വേഗം വാ, കുട്ടനെ കാണാൻ കൊതിയാവുന്നു. മാളവിക പതുക്കെ. എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ചതിച്ചു. അമ്മ വരുന്നു, കൂടെ അച്ഛനും. ആരുടെ അമ്മ, ആരുടെ അച്ഛൻ? എന്റെ അമ്മയും എന്റെ അച്ഛനും. അല്ലാതെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും വരുന്നതിന് ഞാൻ എന്തിനാടാ പേടിക്കുന്നത്? പുല്ലേ വാവോ, ചക്രമത്ത് വാവോ, എന്റെ പഞ്ചാര കുട്ടനല്ലേ. വേണ്ട, അമ്മ എടുക്കണ്ട. ഭാരപ്പെട്ടതൊന്നും എടുക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ടോടാ, എന്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് കണ്ടോ? അത് പിന്നെ ആരായാലും നിർത്തി പോകും. എന്താ പറഞ്ഞത്? ദേഷ്യപ്പെടല്ലേ, ദേഷ്യപ്പെടലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എനിക്കിപ്പോ ഒന്നുമില്ല. പിന്നെ മനസ്സൊലക്കരുതെന്ന് മാത്രം പറഞ്ഞു. അതിപ്പോ ഒലയാൻ വേണ്ടി എന്തിരിക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു. അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ? കഷ്ടമായി പോയി. അതെന്താടാ? അല്ല, അംബികയെ കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചതാ, സമ്മതിച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവായിരുന്നു. അല്ലേ, ഏത് ഡോക്ടറാ സമ്മതിക്കാത്തത്? അംബികയെ ഡിസ്ചാർജ് ചെയ്തു, ഞാൻ ബില്ലും അടച്ചു. എപ്പോ? കണക്കിന് ഇന്നലെ പോകായിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. അമ്മേ, എങ്കി ഇവളെയും കുട്ടിയും ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം. അയ്യോ, അവളുടെ വീട്ടിലേക്കല്ല മോനെ, നമ്മുടെ വീട്ടിലേക്കാ കൂട്ടിക്കൊണ്ടു പോന്നേ. അയ്യോ, അതിന് ഇവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത് അവര് സമ്മതിച്ചതാ. ഇതിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് അവര് സമ്മതിക്കുകയില്ല. ഇന്നലെ അവര് വന്നപ്പോ എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ, അല്ലേ അംബികേ? അതെ അതെ. ഓഹോ, എങ്കി ശരി, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനും ഇവളും കൂടി വൈകുന്നേരം എത്തിയേക്കാം. എന്തിന്? ദേ നിന്റെ അച്ഛൻ വിചാരിച്ചാ ഇപ്പൊ പാക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒന്ന് പാക്ക് ചെയ്താട്ടെ. കാറ് 2 പ്രാവശ്യം ഓടിക്കുന്ന എന്തിനാ? ഒറ്റയടിക്ക് അങ്ങ് പോകാവല്ലോ, അല്ലേ പപ്പാ? അതെ. അമ്മേ, കുഞ്ഞിനെ അങ്ങോട്ട് കിടത്ത്. കുഞ്ഞിനെ എന്തിനാ ഇനിയും കിടത്തുന്നത്? അല്ലയോ കുട്ടാ? പാക്ക് ചെയ്യണ്ടേ? കുഞ്ഞിനെ പാക്ക് ചെയ്യേ. അല്ല, ഉടുപ്പിടിക്കണ്ടേ? അവൻ ഉടുപ്പും തൊപ്പി ഒന്നും വേണ്ട, അവൻ അമ്മൂമ്മയുടെ കയ്യിലിരുന്നോളൂ. ഇല്ലയോ കുട്ടാ? അമ്മൂമ്മയുടെ പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ, ചക്കരെ, അയ്യോ, എന്റെ കണ്ണൻ, എന്റെ സ്വർണ്ണമുത്തേ. നമുക്ക് വീട്ടിൽ പോവാ. നമുക്ക് പോവാം. അമ്മേ, ഒരു 5 മിനിറ്റ് കൂടി. നീ ഒന്ന് വാടാ. വാ മോളെ, പോകാം. വരാൻ വാ. വരാൻ. ബാലു, പപ്പാ. ഓ, എന്തോ നാടാ, ചരിത്ര നാടകം പോലെ. ഒന്നും മിണ്ടാതിരിക്കേ. നീ വന്ന് വണ്ടി കയറടാ. അല്ല, ഞാൻ ബാലു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോയി എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് വാടാ. ഓ, ദേ ഇതിനെങ്ങോട്ട് കൊണ്ടുപോ. എന്താ, എന്തു പറ്റിയ? എന്തു പറയാനാ, അമിതമായി സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, കേക്കട്ടെ. സാരമില്ല,
ഗുളിക കഴിച്ചില്ലേ? ഇപ്പം മാറും. അല്ല, ഇതേത് കുഞ്ഞാ? ഇത് പപ്പന്റെ കുഞ്ഞാ. അമ്മയെ കാണിക്കാൻ. ഞാൻ ആശുപത്രി വെച്ച് കണ്ടതല്ലേടാ. തന്നെയല്ല, നീ കുഞ്ഞിനെ ഒന്നും എടുക്കണ്ട, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ഇത് കൊണ്ടുപോയി കൊടുക്കടാ. ഇവക്കാണ് പെൺകുഞ്ഞുങ്ങളെ കണ്ട അപ്പ അസുഖം വരും. അയ്യോ, കുഞ്ഞു മാറിപ്പോയി. ഇത് ബാലുവിന്റെ കുഞ്ഞു തന്നെയാ. ഒച്ച വെക്കരുത്, ആകെ കുഴപ്പവും. ഞാനെല്ലാം പറയാം. പപ്പ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മയുടെ കോഴ്സ് കഴിയുന്നവരെങ്കിലും. നിന്റെ അമ്മ എന്താ LLB ക്ക് പഠിക്കാനാ കോഴ്സ് കഴിയാ? അമ്മയുടെ മരുന്നിന്റെ കോഴ്സ് കഴിയുന്നവരെ ഈ അവസ്ഥയിൽ അമ്മയോട് ഇതൊക്കെ എങ്ങനെയാ പറയാ? അതുമല്ല, അമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ടടാ. എന്ത് പറഞ്ഞാലും ചീത്ത വിളിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അമ്മയല്ല ഇപ്പോ. മനസ്സ് നിറച്ച സ്നേഹ, വാക്കുകളിലൊക്കെ വാത്സല്യവും. സത്യം പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ അമ്മയെ തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്കിപ്പോ. ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചു ദിവസം നിന്റെ കുഞ്ഞ് അവിടെയും എന്റെ കുഞ്ഞ് ഇവിടെയും വളരട്ടെ. എടാ ബാലു, നീ ഹേമേ പ്ലീസ്, കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. എതിരൊന്നും പറയരുത് പ്ലീസ്. ഇതിത്തിരി കൂടുതല പപ്പേട്ട. കാര്യമൊക്കെ ശരിയാ, കൂട്ടുകാരനൊക്കെ തന്നെയാ. നമ്മുടെ കല്യാണം നടത്തി തന്നോ ബാലുവാ എന്ന് വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ഉള്ള കാര്യമാണ് ഇപ്പോഴീ പറഞ്ഞത്. ഇതിന് ഞാൻ സമ്മതിക്കില്ല.